ഹലോ ഗൈസ്, അപ്പോൾ അപ്പത്തിനും ചപ്പാത്തിക്ക് കഴിയുമ്പോൾ ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് അതിന് മുട്ട തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് തന്നെ സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ എടുത്ത് വെക്കണം കേട്ടോ. പിന്നെ തക്കാളി ഒരു ഹാഫ് എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിലാണ് കേട്ടോ. കുക്കറിൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കണം. അത് ഒരു വിസിൽ കേൾക്കണേ മുന്നേ തന്നെ എടുക്കുക. സവാളയ്ക്ക് അത്ര വേവില്ലല്ലോ. പിന്നെ നേരെ ഒരു പാൻ ചൂടാക്കി വെച്ചതിന് ശേഷം നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള കുക്കറെ വേവിച്ചത് കൂടി അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വഴട്ടിയെടുക്കുക കേട്ടോ. അതൊന്ന് വഴണ്ട് വരാൻ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കേട്ടോ. അതിൻ്റെ ഹാഫ് നമ്മൾ എടുത്തിട്ടുള്ളായിരുന്നു തക്കാളീൻ്റെ. അപ്പോൾ അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് റോസ്റ്റായി വരുമ്പോൾ ഇച്ചിരി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴട്ടിയെടുക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചാറ് വേണം. അപ്പോൾ അതിന് ചൂടുവെള്ളം കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ചൂടുവെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മുട്ടയും കൂടി ചേർത്ത് നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ല.